ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെറുപയർ വെച്ചിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ ആദ്യം 250 ഗ്രാം ചെറുപയർ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മളൊരു കുക്കറിൽ അല്പം വെള്ളം ഒഴിച്ച് ഉപ്പും കൂടി ഇട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകണ്ട, അത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ ആ ഒരു പരുവത്തിൽ നമുക്കൊന്ന് കുക്കറിൽ വെച്ചൊന്ന്, ഞാനിപ്പോൾ ഏകദേശം ഒരു വിസിലടുപ്പിച്ചതിന് ശേഷം അതിൻ്റെ ആവി ഫുള്ള് ആ കുക്കറിലിരുന്ന് തന്നെ പോയതിന് ശേഷമാണ് തുറന്നത്. അപ്പോൾ നമ്മുടെ വേവ് കറക്റ്റായിരുന്നു. അപ്പോൾ കുഴഞ്ഞു പോകാത്ത രീതിയിൽ വേവിച്ചെടുക്കുക. അപ്പോൾ കുക്കറിൽ വേവിച്ച് പയർ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് അല്പം കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ദേ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു 4 കഷ്ണം വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ കഷ്ണം ആയതുകൊണ്ടാണ് ഞാൻ 4 എണ്ണം എടുത്തത്. വലിയ വെളുത്തുള്ളി കഷ്ണമാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം മതിയാവും. ഇനി നമുക്ക് ആ വെളുത്തുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി നല്ല പോണം ഒന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ വെളുത്തുള്ളിയുടെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. നന്നായിട്ട് പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തിരിക്കുന്ന എരിവിനനുസരിച്ച് നമുക്ക് മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് ഒരു 1.25 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ ആ മുളക് പൊടി നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ മുളക് പൊടി ഇടുന്നതിന് മുന്നായിട്ട് നമ്മൾ സിമ്മിൽ വെക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. സിമ്മിൽ വെച്ചതിന് ശേഷം മാത്രം മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി ആ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കിനും ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു മീഡിയം സൈസ് സവാളയാണ്. നല്ല കനം കുറച്ച് സ്ലൈസായിട്ട് അരിഞ്ഞതാണ്. അത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് സവാള മൂക്കണ്ട, ആ പച്ചച്ചവയൊക്കെ ഒന്ന് മാറി ഒന്ന് വഴണ്ടി വരുന്ന ആ ഒരു സമയം വരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ദേ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്.